എന്തായാലും ഈ ഞാൻ ട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ എന്തിനാ? വൈ വിൽ ഐ ഡു ഇറ്റ് പറ? അല്ല, നീ അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. ഞാൻ നിക്കൂ. ഞാൻ പറയട്ടെ. ഇല്ല, വെയിറ്റ്. ഇത്രയും നേരം നീ പറഞ്ഞു. ഞാൻ പറയട്ടെ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത്ര ഞാൻ ഒരു കോണസ്റ്റ് നീ പറയും പോലെ കോണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കണം? when I know the possibility of ruining me is high, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണോടാ? എന്തിനാടാ ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. ഞാൻ എത്ര ദൂരം കോണസ്റ്റും തീര സ്ത്രീ ആയാലും ഏത് തേങ്ങ ആയാലും മോശமான സ്ത്രീ ആയാലും because you know that I love you. Yes, no, that is you're taking it for granted, man. No, I am not. The reverse is true. That is the only fucking reason I trust you, because the reverse is fucking true. മനസ്സിലായോ? ശരി, പറ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറ. That is the only fucking reason. ട്രസ്റ്റ് ചെയ്തിട്ട് നീ മനസ്സ് തുറന്ന് സംസാരിക്കാം. നീ പറയുമ്പോ in spite of knowing that you are capable of doing unethical things, you are capable of recording എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിന്നെ വിളിച്ചു. because the reverse is true. അത്ര തന്നെ. I don't want to go on record. I don't know if you're still recording. ദൈവം സാക്ഷി, എനിക്ക് അറിഞ്ഞൂടാ. You know that I revealed a lot. ഇത്ര വർഷം നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. Because I'm giving up in life. I'm just giving up. അപ്പോ സത്യം പറയണം നിന്നോട്. ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെയിറ്റ് ചെയ്തു. അതൊക്കെ വേണ്ടിയാണ് ശ്രമിച്ചത്. Are you still recording? ഇല്ല. So please understand, the only reason I called is because the reverse is true. Please understand that. Please respect it. ഞാൻ എന്റെ മനസ്സ് തുറന്നിട്ട് ഇന്ന് പൂർണ്ണമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. ഫോണിൽ സംസാരിക്കാൻ വയ്യ. സോ നേരിട്ട് പറയാനെന്ന് ഞാൻ ഒരു ദിവസമല്ല, ഇന്നും ശരിയാവും. നാല് ഒരേ വർഷം സമയം പോയി. അത്ര തന്നെ. ഇല്ലെങ്കിൽ in spite of knowing that, why will I give my life in somebody's hands when I know that the person is like capable of ruining it, or ruining the life of anybody I like or love or whatever it is. ഞാൻ കുറെ എക്സ്പോസ് ചെയ്തു. കുറെ. So why will I do that? Because I trust you, not because I take you for granted. വലിയ വ്യത്യാസമുണ്ട്. And why do I trust you? Not because you love me and I'm taking you for granted, sir. No. Not at all. അല്ല, നീ പറയുന്നു നിന്റെ കൊച്ചിന്റെ ലൈഫിന്റെ പ്രശ്നമല്ല. വീണ്ടും എന്റെ ഫോണിൽ അത് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ടോപ്പിക് അവോയ്ഡ് ചെയ്യുന്നു. Why are you doing this to me, baby? എന്തിനാ ഇങ്ങനെ നീ ചെയ്യുന്നു? എന്തിനാ? ഇനി നീ ഇപ്പൊ പിന്നെ നീ ഇതുവരെ ഇല്ലാതിരുന്ന രീതിയിൽ ഇപ്പൊ പോകുന്ന എന്തിനാ? അത് പറ. ഇപ്പൊ നീ പോകണമെന്ന് പറഞ്ഞ എന്തിനാ? അതെനിക്കറിയില്ല. അങ്ങനെ നീ ഇവിടെ ഇരിക്കണ എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞാനും പൊക്കോളാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെ ഇപ്പൊ ഞാൻ നീ എന്താ
ആലോചിച്ചു എന്താ 8 വർഷം ഞാൻ ഈ കേസിന്റെ കാര്യം എന്തെങ്കിലും നടക്കാൻ എന്തെങ്കിലും ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കുന്നു എന്റെ കയ്യിലില്ലല്ലോ. ഇപ്പോ എന്നെ എക്സ്പോസ് ചെയ്തിട്ടോ എന്റെ ഫാമിലി എക്സ്പോസ് ചെയ്തിട്ടോ is it going to be solved? I don't know. എന്നെ എന്തിനാണ് ആ കേസിൽ കുടുക്കിയത്? എന്നെ എന്തിനാണ് നീ അതിനകത്ത്? എങ്ങനെയാണ് നിന്റെ പേര് അതിനകത്ത് വന്നത്? എങ്ങനെയാ നീ എങ്ങനെ അതിൽ ഒപ്പിട്ടു? അപ്പൊ നീ നിന്റെ ഒപ്പുമില്ല അതിനകത്ത്, നീ അല്ല ചെയ്തത്. റെക്കോർഡ് ചെയ്തിട്ട് തന്നെ ഇടും. ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. സോ ലീവ് ഇറ്റ്. I took for this shitty reason only I wanted to meet and talk to you. അല്ല അപ്പൊ നീ ചെയ്തതല്ല, നീ ചെയ്തതല്ല, നിനക്ക് അറിഞ്ഞിട്ട് വേറെ ആരോ ചെയ്തു. I don't know. I'm not telling, I'm not talking regarding it at all. ശരി, അത് പോട്ടെ. നീ എന്താ പറയാ? ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യില്ല. നീ എന്താ പറയണമെന്ന് പറഞ്ഞത് നേരത്തെ? എന്താ പറയണമെന്ന് പറഞ്ഞത്? നീ ഞാൻ ചോദിച്ചു ഇത് ഇനിയൊന്നും പറയുന്നില്ല. നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ആണ്, അതിന്റെ കാര്യമാണ് നീ പറയുന്നതെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, നീ പോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ശരി, എന്താ ചെയ്യും? ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ മറ്റേ അത് ഉറപ്പായിട്ട് ഞാൻ പബ്ലിക് ആക്കും. നീ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നോ, അത് ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. മഞ്ജു, നീ എന്ത് തലവത്തിന് നിന്നാലും കാര്യമില്ല, ഉറപ്പായിട്ടും ചെയ്യും. Unless you call me from your you talk to your brother. Yes, you talk to your brother. Call me from your number and do something with that case. No, I am not. If I'm saying I'm not Manju, you'll have a problem. If I'm going to say I'm not Manju, you have a problem. If I trust you, you have a problem. If I talk to you, you have a problem. If I don't talk to you, you have a problem. എല്ലാ സൈഡിലും ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ I don't have space to breathe. If I'm not Manju, if I'm going to tell you I'm not Manju, you have a problem. If I tell you I'm Manju, പബ്ലിക് ആക്കും. ഇല്ല, പബ്ലിക് ആക്കും. നീ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ അത് ഇല്ല പറ. ഞാൻ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പറഞ്ഞിട്ടാണ് ചെയ്തത്, നേരത്തെ പറഞ്ഞിട്ട് തന്നെ ചെയ്തത്. നിന്നെ പോലത്തെ നീ എന്തൊക്കെ തെണ്ടിത്തരം ചെയ്യും, അതിന്റെ അടുത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏത് യു ആർ ജസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് എന്ന്? ഞാൻ ഇപ്പൊ നീ നിന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചു. Had you told me ഞാൻ അങ്ങനെ had you told me I'm recording it, I could have been different. ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കായിരുന്നു, പക്ഷെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യലായിരുന്നു. I would have still told you. വേറെ ആരോട് പറയും? പക്ഷേ this is not right. I am not here to. അല്ല, ഇതിപ്പോ ഞാൻ പബ്ലിക് ആക്കിയാലും ഡിസ്പ്യൂട്ട് വരും. നിന്റെ ശബ്ദമല്ല, നീ ശബ്ദം മാറ്റി സംസാരിച്ചൊന്നും നിന്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് പോകുമോ? കേരള ഗവൺമെന്റ് ആരാണെന്ന് എനിക്കറിയില്ലേ, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലേ? ഉറപ്പായിട്ടും പോവില്ല. അല്ല, ഞാൻ പബ്ലിക് ആക്കും. നീ എന്തായാലും നീ പറയേണ്ടി വരുമല്ലോ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പബ്ലിക് ആക്കുമ്പോ നിനക്ക് ഡിസ്കഷൻ ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് നിനക്ക് പറയേണ്ടി വരും,
ഇതെന്റെ വോയിസ് അല്ല, ഞാൻ അങ്ങനെ അയാളോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നീ ഈ കേസ് ഇത് ചെയ്യുന്നില്ല, കേസിന് തെളിവ് കൊടുക്കുന്നില്ല? അത് പറയേണ്ടി വരുമല്ലോ. My life എങ്ങനെയോ ആയിപ്പോയി. I don't wish to ruin the future of my child, please, by making this public, and you're just going to ruin that as well. ദയവായി അല്ല, അതങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നിന്റെ കുട്ടിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നാല് ആരെങ്കിലും വിചാരിച്ചാല് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ? അത്രയും മോശം സിറ്റുവേഷൻ ആണോ? നീ പബ്ലിക്കായിട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്യണം ഒരു അമ്മ എന്നുള്ള നിലയില്. അതല്ലാതെ ഇങ്ങനെയല്ല ചെയ്യണ്ട. ഞാൻ കൂടെ നിൽക്കാം നിന്റെ കൂടെ. അത് ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട്. നോ, നോട്ട് 4 വർഷം. എന്തിന് 4 വർഷം? ഇല്ല, നീ എന്നോട് നിൽക്കുമ്പോ നീ പറ, അപ്പൊ ചെയ്യാം. ഇപ്പൊ അല്ലല്ല, ഞാൻ ഇപ്പൊ വേണേലും നിക്കാം. നീ പറ, ഞാൻ വരാം. എപ്പോ വേണേലും നിക്കാം. അതെനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോ ഇല്ല. അല്ല, അത് ഇപ്പൊ അതിന്റെ സാധ്യതയില്ല. ഇല്ല. എന്നാ പിന്നെ അത് പറ്റില്ല മോളെ, അത് പറ്റില്ല. നീ ഇപ്പൊ പോവാണെങ്കിൽ ഉറപ്പായിട്ട് നീ പറഞ്ഞിട്ട് പോ. ഇല്ലെങ്കിൽ ഇതിനൊക്കെ നീ വെറുതെ, ഞാനിത് പബ്ലിക് ആക്കും. ഞാൻ കാര്യം പറഞ്ഞേക്കാം. എന്റെ ലൈഫ് എങ്ങനെയോ ആയിപ്പോയി. എന്റെ കൊച്ചിനെ ജീവിക്കാൻ സമ്മതിക്കും. ദയവായി കൊച്ചിനെ ജീവിക്കാൻ സമ്മതിക്കും. എടേ, കൊച്ചിനെ ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാൽ നീ എന്താ പറയുന്നേ? ഈ വോയിസ് ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ട്രസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പ്ലീസ് അതിനെ എക്സ്പോസ് ചെയ്യരുത്. ഉറപ്പായിട്ട് ഞാൻ പറയും. ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിന്റെ മാത്രമല്ല. Like that, please don't. You are underestimating it. Please, this is not a social evil I'm referring to. This is not a social evil I'm referring to. That can be tackled much later in life. ഇപ്പൊ അല്ല. ദയവായി പറയുന്നത് കേൾക്കൂ. ദയവായി എന്റെ ലൈഫ് മാത്രമെന്തെങ്കിൽ സത്യത്തിൽ അയോടെ ശേഷമാണ് എനിക്ക് നീ എന്റെ കൂടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇല്ല, ആ സാധ്യത ഇല്ല. ഇപ്പൊ that luxury I don't have right now. ദയവായി എന്റെ കൊച്ചിനെ പ്ലീസ് ഇതിനെ പഠിച്ചിടണ്ട. ദയവായി പബ്ലിക്കിൽ എഴുതണ്ട. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. I request you, please don't do that. പക്ഷെ അത് ചെയ്യും മോളെ. അല്ലെങ്കിൽ നീ എന്റെ കേസ് പിൻവലിക്കുകയോ അതിന്റെ ഞാൻ നിന്നെ കൂടെ എന്ത് പറഞ്ഞു കൊച്ചു? കൊച്ചൻ വിളിക്കില്ല സന. എനിക്കിപ്പോ എന്റെ കൊച്ചിന്റെ കാര്യമായിട്ട് നിന്റെ കാര്യമായിട്ട് എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റില്ല മഞ്ജു. നിനക്ക് പറ്റണം. നിനക്ക് എന്താണ് പറ്റാത്തത് പറ. പറ്റണം. നിനക്ക് ആരുടെ വേണമെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് പറ്റണം. ഇത്രയും വലിയൊരു സൊസൈറ്റിയിൽ നിന്നെയും നിന്റെ കൊച്ചിനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നീ എന്താ പറയണേ? എന്ത് പ്ലീസ്? ദയവായി വിടൂ. ഞാൻ ഇന്ന് കൂടെ സംസാരിച്ചു, ആരോടെ സംസാരിച്ചു, ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇന്നുകൂടെ സംസാരിച്ചു. ഞാൻ വീണ്ടും ട്രൈ ചെയ്യാം. ഞാൻ എനിക്ക് എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാം. നോ. ഇത് ഞാൻ നാളെ പബ്ലിക് ആകും. നീ ബി പ്രിപ്പയർഡ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബി പ്രിപ്പയർഡ്. എന്താ സംഭവിക്കുന്നോ അത് കാണാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്ത് സംഭവിക്കുന്നോ അത് കാണാം. കൊണ്ടുവരുന്നു. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ കോൾ ചെയ്യാതിരുന്നെങ്കിൽ ഇത് ഉണ്ടായിരിക്കുന്നു ഇല്ലല്ലോ. ഞാൻ എവറി ടൈം ഈ പ്രേമത്തിൽ ഞാൻ വീണ്ടും വിളിക്കുന്നു, വീണ്ടും നീ ചതിക്കുന്നു. എന്ത് പ്രേമോടി? ഇതാണോ പ്രേമം? ഞാൻ അത് എന്റെ ബാഡ് ടൈമാണ്. എന്റെ ബാഡ് ടൈം. പക്ഷെ നീ എന്നെ ചതിക്കുന്നു. നിന്റെ ബാഡ് ടൈം അല്ല. നീ എന്തോ ഇതിനകത്ത് വന്നിട്ട് എന്നെ വെറുതെ തമാശ കളിച്ചിട്ട് തട്ടിക്കളയാമെന്ന് ആരൊക്കെ വിചാരിച്ചു. നിന്നെ ഇൻസ്ട്രുമെന്റ് ആക്കി നീ അവരുടെ കൂടെ നിന്നു. എന്നിട്ട് നീ നീ പറ. നീ ഇങ്ങനെ റെക്കോർഡിംഗ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല.
ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. ഞാൻ റെക്കോർഡ് ചെയ്തോ ഇല്ലെങ്കിലും ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. നീ പറയണമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞതൊക്കെ തന്നെ മതി ധാരാളം. അതുകൊണ്ട് ഇനി വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. യെസ്, നീ ദയവായി എനിക്ക് എന്നോട് ആത്മീകമായിട്ട് സംസാരിക്കണം. റെക്കോർഡ് നിർത്ത്. പറ. ആത്മീയോ? ശരി ശരി, ഓക്കെ, പറ. ആത്മീകമായിട്ട് സംസാരിക്കും, കേക്കട്ടെ. നീ ഇത്രയും നേരം ലൗകികമായിട്ട് സംസാരിച്ചു. ഇത്രയും നേരം നിന്റെ ലൗകികമായ സംസാരം ഞാൻ കേട്ടു. ഇനി ആത്മീകമായ സംസാരം പറ, കേക്കട്ടെ, നോക്കട്ടെ. എന്തടി ഒരു മണിക്കൂറോ? ഇല്ല, ഞാൻ എന്തായാലും ഞാനിത് നീ പ്രിപ്പയർ ആയിരിക്കും. ഞാനിത് പബ്ലിക് ആക്കും മോളെ, ഉറപ്പായിട്ട് ഞാൻ പബ്ലിക് ആക്കും. എടി, നിന്റെ കൊച്ചിന് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഐ ആം റിക്വസ്റ്റിംഗ് യു. നീ ഇല്ല ഇത് എന്റെ ഡ്യൂട്ടിയാണ്. ഇത് ഡ്യൂട്ടി. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. യെസ് യെസ്, അത് കുഴപ്പമില്ല. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. ഇനിയിപ്പോ ഇത് ഞാൻ ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. നോ നോ നോ, നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട. ഇതിപ്പോ ഞാൻ ഇന്നിടും. ഇന്നിടും ഞാൻ, ഇന്ന് അപ്ലോഡ് ചെയ്യും. യെസ് യെസ്, നോ, ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യും ഞാൻ. യെസ്, you have to tell me. I am requesting you, don't do it. Let me try to handle things myself. ഇല്ല, അങ്ങനെ പറ്റില്ല. ഇതിപ്പോ നിന്റെ കൊച്ചിന്റെ നിന്റെ കാര്യം മാത്രമല്ല. No. It is. ഇല്ല. I will. No. It is. No. Please don't pull this into the family. Don't do this. Please don't do this. എനിക്കറിഞ്ഞൂടാ. നിന്നോട് ഞാൻ പറഞ്ഞു നീ ആ കേസ് പിൻവലിക്കൂ. നീ എന്തിനാ കള്ളക്കേസ് എനിക്കെതിരെ ഉണ്ടാക്കി? എന്തിനാ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി? Please, can you not do this? Can you? എനിക്ക് എത്ര പറ്റുമോ എന്റെ ലൈഫ് കൊടുത്തിട്ട് ഞാൻ ശരിയാക്കാൻ ട്രൈ ചെയ്യും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, ഞാൻ ചെയ്യും. ഞാനിത് ചെയ്യും പൊന്നുമോളെ, ചെയ്യും. ഇപ്പൊ നിനക്ക് ഞാൻ അതാണ് ഞാൻ നിന്നോട് ചോദിച്ചടി. റിലേഷൻഷിപ്പ് ഇഷ്യൂ വല്ലതാണോ എങ്കിൽ അതെന്നോട് പറ. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ? എങ്കിൽ പറ. അല്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അത് വേറെ സംഭവം. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ വേറെ സംഭവം. അതിങ്ങനെയല്ല. ഇതിപ്പോ അങ്ങനെയല്ല. ഇതിപ്പോ നീ പറയുന്നത് നിന്റെ കുട്ടിയുടെ ജീവൻ അത് ഇത് എന്നൊക്കെയാണ് നീ പറയുന്നത്. ഞാൻ മനസ്സ് തുറന്നു, ഞാൻ നേരിട്ട് മാത്രം എനിക്ക് പറയാൻ പറ്റും. ഞാൻ ആദ്യത്തെ പറഞ്ഞു, എനിക്ക് എന്ത് തന്നു. പക്ഷെ നീ അനത്തിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തു. How can I even trust you on anything, man? On big issues? One-sided to decide. One-sided. No, I am not a public person. This is not a public issue. Public is only going to TRPക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പബ്ലിക് അത് കുഴപ്പമില്ല. TRPക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് കേരളം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കേരളം എന്നേ കത്തി തീർന്നേനെ. No, അയ്യോ, please. And I will need your help. I will ask you for it. നോ, നീ അത് സമയം കാത്തിരിക്കണ്ട. ഞാനിത് അപ്ലോഡ് ചെയ്യും. കാരണം എന്റെ ലൈഫിന്റെ പ്രശ്നമാണിത്. എനിക്ക് മൂവ് ഓൺ ചെയ്യണം. എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം. ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. എങ്ങനെ? എന്ത് സംതിങ് അബൌട്ട് ഇറ്റ്? അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് 2 വർഷം കൊണ്ട് പറഞ്ഞിട്ടാണ് നീ എന്നെ ഇവിടെ പിടിച്ചിരുത്തുന്നത്. അല്ല, ഇപ്പൊ നീ പറഞ്ഞു ട്രൈ ചെയ്തു, മടുത്തു, നീ മൂവ് ഓൺ ചെയ്യുന്നല്ലേ പറയുന്നേ? നോ മാൻ, അങ്ങനെ നീ ഇത്രയും കാലം നിന്റെ ഭയങ്കരമായ സെൽഫിഷ്നെസ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി മഞ്ജു. ഇല്ല, സെൽഫിഷ്നെസ് ഒന്നുമില്ല. സത്യമായിട്ട് സെൽഫിഷ്നെസ് ഒന്നുമില്ല. സത്യം, സെൽഫിഷ്നെസ് ഇല്ല.
മദർ അത്ര തന്നെ. അല്ല, നീ അതാണ് ഞാൻ പറഞ്ഞത്. അതാണെങ്കിൽ വലിയ ഒരു ലാർജർ ഇഷ്യൂ ആണ്. നീ ഒരു മദറാണ്, അതുകൊണ്ട് നിനക്ക് എടേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വരാം. പറയുന്ന കേൾക്കൂ. ഞാൻ വരാം, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം. ഇല്ല, എനിക്ക് ഈ നീ ഇല്ല. You should never ever talk about my family. You should never ever talk. I don't want to make this public. I request you. എനിക്ക് എന്തായാലും ശരി, please don't put my family into this. This is a personal issue. I have to be patient. അല്ല, ഞാനൊന്നും ചെയ്യുന്ന, ഞാൻ ആരുടെയും ഫാമിലി ഒന്നും ഇതിനകത്ത് വലിച്ചഴക്കുന്നില്ലല്ലോ. You are saying you are going to put it up in public. അതിടും പബ്ലിക്. കാരണം എന്ന് വെച്ചാല് എന്നെ പബ്ലിക് ആയിട്ടല്ലേ എന്നെ ഡിഫെയിം ചെയ്തത്, എന്നെ പബ്ലിക് ആയിട്ടല്ലേ അറസ്റ്റ് ചെയ്തത്. അതൊക്കെ you cannot use my family as a pawn, Sana. ഞാൻ എന്ത് നിന്റെ ഫാമിലി, നിന്റെ ഫാമിലിയുടെ കാര്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ഫാമിലിയാണോ ഇത് ചെയ്തിരിക്കുന്നത്? പിന്നെ എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ നീ അത് റെക്കോർഡായി. അല്ല, അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? അതിന് കൂടെ വന്നതാണ്. നീ പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്റെ കൊച്ചിന്റെ ജീവിതം ഡേഞ്ചറിലാണ് എന്നാണ് നീ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ പക്ഷെ അത് ഇവിടെ വന്നു. ആര് തെറ്റ് ചെയ്താലും അവർ പണിഷ്മെന്റ് കിട്ടുന്നു. തെറ്റ് ചെയ്യാത്തവർക്ക് ഇതില് പണിഷ്മെന്റ് വേണ്ട. അത് ശരിയല്ല. ഇല്ല, നീ ഒരു കാര്യം ചെയ്യൂ. നീ ഞാൻ ഒരു കാര്യം ഇല്ല, ഇതൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കാം. ഞാൻ ഈ ഓഡിയോ ദയവായി അപ്ലോഡ് ചെയ്ത്. ഇല്ല, ഇത് ചെയ്യും. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യും. നീ സൂക്ഷിച്ചോ, ഞാൻ ചെയ്യും അത്. നീ എന്നെ എന്തിനു ട്രസ്റ്റ് ചെയ്യണം? ഞാനത് ചെയ്യും. പൊന്നുമോളൂ, ഞാൻ ചെയ്യും. നീ ട്രസ്റ്റ് ചെയ്യണ്ട. ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്ത് തന്നെ ഞാനിത് ചെയ്യും. ട്രസ്റ്റ് മീ, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യൂ. ഞാൻ ഈ പറയുന്നത് ട്രസ്റ്റ് ചെയ്യൂ. ഞാനിത് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒന്നാമത്തത് ഒരു സോഷ്യൽ ഈവിളാണ്. രണ്ടാമത്തത് ഞാനൊരു ഫിലിം മേക്കറിനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു സാധനത്തില് It is a personal issue. You are making it sound like as if it is a public and social evil. No. എടി, എന്താണ് പേഴ്സണൽ ഇഷ്യൂ? നീ പറയുന്നു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേസിന്റെ കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിന്റെ കുട്ടിയുടെ ജീവിതം. No, are you recording again? ഇല്ല, പറ. Okay, if you're not recording again, how do I trust you now? ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിന്നെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്നെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇല്ല, എനിക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്തിനെ വിളിക്കും? നീല കൊണ്ടുവന്നില്ല, എന്തിനെ വിളിക്കണ്ട? ഇന്നലെ നീല കൊണ്ടുവന്നു. ഇന്നലെ വീണ്ടും തന്നെ എന്തിനെ വിളിക്കണം? When I know that you'll do it again. ഒരു ട്രസ്റ്റ് അല്ലേ? സോ പേഴ്സണൽ ഇഷ്യൂവെ ദയവായി നീ എന്തെങ്കിലും ആലോചിച്ചിട്ട് പബ്ലിക് ആക്കണ്ട. ദയവായി ഇത് പേഴ്സണൽ ഇഷ്യൂ വരാനെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് വന്നത് ഇത് പേഴ്സണൽ ഇഷ്യൂ ആണ്. വളരെ വളരെ പേഴ്സണൽ ഇഷ്യൂ ആണ്. ഇത് സോഷ്യൽ ഈവൽ അല്ല. അല്ല, പേഴ്സണൽ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ് നീ പറയുന്നത്? നിനക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം നിനക്ക് ഞാൻ എന്റെ കൊച്ചിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതെ, നിന്റെ കൊച്ചിന്റെ കാര്യം നീ പറഞ്ഞത്. അത് നിന്റെ കൊച്ചിന് ഡേഞ്ചർ ആണ്. അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റില്ല. അതാണ് നീ പറഞ്ഞത്. ഇത് വളരെ പേഴ്സണൽ ആണ്. നീ ഇത് ദയവായി പബ്ലിക് ആക്കരുത്. ഞാൻ പറയും, ഇത് ചെയ്യും. ഇതിനകത്ത് ഇത് ടൈം, ഇത് സമയം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇല്ല, ദയവായി എന്റെ കൊച്ചിന്റെ കാര്യം ദയവായി പബ്ലിക് ആക്കരുത്. ഇത് പബ്ലിക് ആവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഇത് പബ്ലിക് ആവും. നീ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കും. ഇനി ഇപ്പൊ ഒരു കാര്യവും കൂടിയുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് ആയില്ലെങ്കിൽ എനിക്ക് ഡേഞ്ചറുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സത്യം പറയുന്ന എനിക്ക് ഡേഞ്ചർ ഇല്ല മോനെ. നിനക്ക് ഡേഞ്ചർ ഇല്ല. സത്യം. ഓക്കെ, അത് പോകും. സെക്കൻഡ്, നീ പറഞ്ഞ പോലെ നീ അവിടെ അവരോട് എന്തെന്ന് അഡ്വക്കേറ്റോടെ സംസാരിച്ച് നോക്കും. ആ കോംപ്രമൈസിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ കേൾക്കും.
അവരെന്താ പറയുമോ അങ്ങനെ ചെയ്യും. അത്രത്തന്നെ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ജീവിതം എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കൊച്ചു ജീവിക്കണം. എല്ലാവരും പക്ഷെ മഞ്ജു ഞാനിത് ഇത് പബ്ലിക് ആക്കും. നീ എന്ത് തന്നെ വന്നാലും ഇത് ഇല്ല ഇത് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു കൾമിനേഷനാണ്. ഇത് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. കാരണം ഇത് ഇങ്ങനെ വിചാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ വിചാരിച്ചു ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ടു കം. റിയലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ടു കം. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ എന്താ സംഭവിക്കുന്നു? നീ പറയുന്നു നീ മൂവ് ഓൺ ചെയ്യൂ. നീ മൂവ് ഓൺ ചെയ്യൂ. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ എന്തിനായാലും എനിക്ക് എന്ത് സുഖം? ഇതാണോ സുഖം? No, I am not responsible for this. I am not responsible for this. For what? I am not responsible for this. I am What? not responsible for any of this. Any of this means? Any of this means? No, please, no. You, I don't know what to say because you're probably recording. I don't know what you're doing. മഞ്ജു, ഇത് നിന്റെ കയ്യിൽ നിന്ന് സാധനം പോയി. കാരണം ഇത് പോയി. കാരണം വെച്ചാൽ നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, നീ വരും, നീ നമ്മൾ കാണും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. Whenever you finish recording and you're willing to talk, we'll talk. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എങ്ങനെ ടോക്ക് ചെയ്യാൻ? ഇനിയിപ്പോ എന്താ ടോക്ക് ചെയ്യാൻ? എന്ത് ഇനി സംസാരിക്കാൻ? Whatever it is. Once you're officially